എല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃത്യം 12 മണി. കാറാ ഭാഗത്തുണ്ടാവും. വയ്ക്കുള്ളൂ. അവിടെ ഒന്നും കണ്ടില്ല സാർ. രക്ഷപ്പെട്ടെന്നാ തോന്നുന്നേ. കണ്ടില്ലേ? ജയിലിൽ ചാടി പോയവനെ കണ്ടില്ലെന്ന് പറയാൻ നാണമില്ലേ? പോയി അന്വേഷിക്കണോ? നിർത്ത്. ആ പോലീസുകാരൻ പിന്നെ വല്ലതും പറഞ്ഞ് പറ്റിച്ചാണ്. അതല്ല, കാസർഗോഡ് ജയിലിൽ ആടിയത്. പോക്കാനടാ. അവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെല്ലാം മയ്യത്തായത് തന്നെ. അപ്പൊ നീ മലപ്പുറത്ത് മാമയുടെ വീട്ടിൽ ഇല്ല, അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും കൂടി വല്ല വിഷമം മേടിച്ചെന്ന് ഒരു സമൂഹ ഭരണം നടത്തിയ നമ്മുടെ മയ്യത്തെങ്കിലും വീട്ടിലെത്തും. നീ വേണമെങ്കിൽ ചത്തോ, നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളതാ. അച്ഛൻ അറിഞ്ഞാണോ? ഇല്ലടാ, അച്ഛനെ അറിയിക്കാതെ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാനുള്ള നിന്റെയൊക്കെ പൂതി മനസ്സിലിരിക്കട്ടെ. നീയൊക്കെ മനസ്സിൽ കാണുമ്പോ ഞാനത് മരത്തെ കാണും. എടാ പൊട്ട, ഈ മരത്തിലല്ല. നാളെ കണ്ണൂര് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ അറിയാതെ തലശ്ശേരിൽ ഒരു കളിയും കളിച്ചിട്ട് ഇവിടെ വന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, വീല് പോയി എന്നൊക്കെ പറയാനല്ലേ നിങ്ങളെയൊക്കെ പ്ലാൻ? അതൊന്നുമല്ല. കണ്ടോ, കാസർഗോഡ് കാസർബായി ജയിലിൽ ചാടി. എന്റെ കർത്താവേ, ഞാനിതാ പോണു. ഉണ്ണി മാറിക്കൊടുക്ക, അച്ഛൻ പോയിക്കോട്ടെ. ഞാൻ പിടിക്കട്ടെ? വേണ്ട. സമയം ഇത്രയായിട്ട് ബാപ്പയെ കാണുന്നില്ലല്ലോ. വീണ്ടും എന്തെങ്കിലും സംഭവിച്ചോന്നാ എന്റെ സംശയം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവിടെയുള്ള പോലീസുകാരുടെ സഹായത്തോടെയല്ലേ ഞങ്ങൾ ജയിലിൽ ചാടിയത്. ഒക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പുറത്തിറങ്ങിയ ശേഷം എന്തെങ്കിലും സംഭവിച്ചോന്നാണ്. സാർ, പോലീസ്. അകത്തേക്ക് പോക്കോ, പൊക്കോളൂ. ഇത് ഞമ്മളാണ്. പാപ്പ എന്താ ഈ വേഷത്തില്? ഇപ്പൊ മയ്യത്തായനല്ലോ. എന്താടാ നമ്മളെ ഈ കുപ്പായത്തിൽ കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലേ? പോലീസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. ഭായി എന്താ അത്ര ലേറ്റായത്? ഞമ്മള് നേരെ ജയിൽ സൂപ്പറിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് സ്മോളൊക്കെ അടിച്ചു കിടന്നപ്പം ഞമ്മള് നന്നായിട്ട് അങ്ങ് മയങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ സൂപ്രണ്ട് പറയാണ്, ഇത് ജയിലല്ല, നമ്മുടെ വീടാണ്. ഈ കുപ്പായം അങ്ങ് കൊടുത്തേനെ. പാവം പോലീസുകാരൻ ഡ്യൂട്ടിക്ക് പോകാൻ കുപ്പായമില്ലാതെ കാത്തിരിക്കുക. എന്തോ ഒരു നാറ്റം. അയ്യേ. ഹലോ,
എടാ പകയാ, സുഖിക്കാൻ ആരെങ്കിലും ജയിലിൽ കിടക്കുമോ? അത് നമ്മൾ സാറന്മാരെ കളിപ്പിക്കാൻ വേണ്ടി ഒരു വെടിപൊട്ടിച്ചതല്ലേ. ഇപ്പൊ എന്തായി? ഓരോ പോലീസുകാർക്കും ലക്ഷങ്ങളാ നമ്മൾ വാക്ക് കൊടുത്തിരിക്കുന്നത്. പാപ്പ, ആ കലാദർശനക്കെതിരായി വേറൊരു ട്രൂപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോ നമ്മുടെ കസ്റ്റഡിയിലാ. വിശ്വസിക്കാമോ? ആ, ഞാൻ വേറൊന്നുകൂടി കരുതിയാണ് അവരെ കൂട്ടുപിടിച്ചത്. വിദേശ പ്രോഗ്രാമിന് വേണ്ടി അവരെ അയക്കാം. അപ്പോ നമ്മുടെ കള്ളക്കടത്ത് സാധനങ്ങൾ ഭദ്രമായി എത്തിക്കാനും സാധിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയും നമുക്ക് കുറച്ചു നാളത്തേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റാം. ആഹാ, പോലീസുകാരല്ലേ, കാശ് വാങ്ങിയിട്ട് ഈ പകയന്മാരുടെ മനസ്സ് മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം. കലാദർശനയുടെ എല്ലാ ഡീറ്റെയിൽസും ആ ജിമ്മിയിൽ നിന്നും കാത്തിയും കളത്തിയിട്ടു. നമ്മൾ ഇത്രയും നാളും ബിസിനസ് ചെയ്തിട്ടും കസ്റ്റംസ് കയ്യിൽ കുടുങ്ങിയിട്ടില്ല. ഡയമണ്ട്സോ പണമോ പോയതിൽ നമുക്ക് സങ്കടമില്ല. നമ്മളെ പിടിച്ചു കൊടുത്തതിലാണ് വിഷമം. ആ അച്ഛനും അവന്മാരും കൂടി നമ്മളെ ശരിക്കും പൂട്ടിക്കളഞ്ഞു. സൂക്ഷിച്ചില്ലേ ഏത് സമയത്ത് നമ്മൾ അകത്ത് പോയത്? അത് ശരിയാ എന്ന് കരുതി നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. ബായി എന്താ ഈ പറയുന്നത്? ജയിലിൽ ചാടി വന്നത് നമ്മളിങ്ങനെ ഇവിടെ ഒളിച്ചിരിക്കാനാണോ? എടാ അമുക്കേ, ഈ കാതർബായി ഒളിച്ചിരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അവന്മാരെ പൂട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വന്നത് മിമിക്സിന്റെ ഒരു ഗൾഫ് പ്രോഗ്രാം ബുക്ക് ചെയ്യാനാണ്. എന്നാണ്? പെട്ടെന്ന് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് അടുത്ത 15-ാം തീയതി തന്നെ പുറപ്പെടണം. ഓ, അതിനി അധികം ദിവസമൊന്നുമില്ലല്ലോ. അതിനു മുമ്പ് വിസയൊക്കെ കിട്ടുമോ? അതെല്ലാം ഞങ്ങളുടെ കമ്പനി റെഡിയാക്കിക്കൊള്ളും. പിന്നെ ബോംബെ വരയ്ക്കും കപ്പലിലായിരിക്കും യാത്ര. അതെന്താ, ബോംബെ വരെ തീവണ്ടിയും ബസ്സൊന്നും ഓടുന്നില്ലേ? അതല്ല, ഞങ്ങളുടെ കമ്പനി വക ഒരു ഷിപ്പ് ബോംബെക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിലെല്ലാരും കൂടിയുള്ള യാത്ര സുഖകരമായിരിക്കല്ലോ എന്ന് ഓർത്താ. സന്ധ്യേ, മോളെ സന്ധ്യേ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് കാര്യമില്ല. എഴുന്നേക്ക്, ഞാനൊന്ന് പറയട്ടെ. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. എല്ലാം നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി, അല്ലേച്ചോ? പെട്ടെന്ന് ഞാൻ ഈ പ്രോഗ്രാം പിടിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയാം, അച്ഛന് കാശ് കിട്ടാൻ. അല്ലടാ മണ്ട, നീയൊക്കെ ചാകാതിരിക്കാൻ. ആ കാദർബായി പുറത്തിറങ്ങിയിരിക്കുക. 10-20 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കർത്താവ് കാണിച്ചു തന്നൊരു വഴിയായത്. നമ്മൾ തിരിച്ചെത്തുന്നതിനകം കാദർബായിയെ പോലീസുകാർ പിടിച്ചോളൂ. അല്ലച്ചോ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ? ഇതൊക്കെ എന്താ ആലോചിക്കാൻ? എന്ത് പറഞ്ഞാലും അവന് ആലോചന. കുറച്ചു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞൂടെ? ആലോചന അല്പം ആലോചിച്ചോണ്ട് എന്താ കുഴപ്പം? അതെ, ആലോചിച്ചാൽ എന്താണ് കുഴപ്പം? എടാ, എന്ത് കാര്യം തീരുമാനിക്കുകയും സ്വല്പമൊക്കെ ആലോചിച്ചിട്ട് വേണമെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ. ഇതിനൊക്കെ ഞാൻ നിനക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കണോ? നിർത്തി. അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കാവോ? ആവോ അച്ചോ? എന്നാലും സാരില്ല, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. വന്നേ, ഞാനും നിങ്ങളോടൊപ്പം ദുബായിക്ക് വരുന്നു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? നീ ഇല്ലാതെ ഗൾഫ് പ്രോഗ്രാം എങ്ങനെ നടത്തും? എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. സന്ധ്യ അടുത്ത ആഴ്ച ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം. അതിന് അച്ഛൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം ഈ വിവരം അച്ഛൻ അറിയണ്ട. 6 പേരില്ലാതെ ഐറ്റം അങ്ങനെ അവതരിപ്പിക്കും. അത് ശരിയാ, ഗൾഫിൽ 1 മാസം പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോ എല്ലാ ഐറ്റം അവതരിപ്പിച്ചേ പറ്റൂ. പ്രോഗ്രാമിന് പോകാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും ഒരാൾ അറേഞ്ച് ചെയ്ത് തരാം. നീ എന്തോന്നും മിണ്ടാത്തത്? നിന്നെ തനിച്ചാക്കിയിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പ്രയാസം. സന്ധ്യയുടെ ആൾക്കാര് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. സാബു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ ഇനി സമയമുണ്ട്. ശരിയാ. അയ്യോ, അത് വേണ്ട. നമ്മുടെ ട്രൂപ്പിന് ആദ്യമായിട്ട് ഗൾഫിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ, അത് നഷ്ടപ്പെടുത്തണ്ട. അങ്ങനെ പറഞ്ഞ എന്നാ ശരി. പിന്നെ എന്ത് കാര്യവും ലതയോടുകൂടി പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ എളുപ്പമുണ്ടല്ലോ. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഞാൻ പറയുന്നു, ഈ പെയിന്റിംഗ് ഒക്കെ വളരെ ബോറായിട്ട് അച്ചോ. എന്താടോ? ഒന്നുമില്ല അച്ചോ. ഒന്നുമില്ലേ പോടോ. നിങ്ങൾ ദുബായി പോകുമ്പോ എന്നെയും കൂടി കൊണ്ടുപോവോ? എന്തിനാ? ഈ അറബികളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചാവുന്നതിന് മുമ്പ് ഒന്ന് നേരിട്ട് കാണണം അച്ചോ. താൻ്റെ അമ്മയ്ക്ക് അറബിയെ കാണണം, അത്രയല്ലേ ഉള്ളൂ. മതി അച്ചോ. മരിക്കുന്നതിന് മുമ്പ് താണ്ടമ്മ ചേച്ചിട്ട് ഒരു ആഗ്രഹമല്ല അച്ചോ, അതങ്ങ് സഹായിച്ചു കൊടുക്കച്ചോ. ആ നോക്കാം. ഓ,
മമ്മൂട്ടി, ഓ, നീ മരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണോ നരകത്തിൽ പോകുന്നതാണോ ഇഷ്ടം? എനിക്ക് നരകത്തിൽ പോകുന്നതാണ് അച്ഛോ ഇഷ്ടം. അതെന്താടാ മമ്മൂട്ടി? അവിടെ ആവുമ്പോ അച്ഛനും കൂടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഞമ്മന്റെ ഐഡിയ? അവന്മാരുടെ അവസാനത്തെ പ്രോഗ്രാം. അച്ഛനും കൂട്ടരും 15-ാം തീയതി രാവിലെ 10 മണിക്ക് ജെട്ടിയിലെത്തും. ഷിപ്പ് പുറംകടലിലാണ് കിടക്കുന്നതെന്ന് വേണം അവരോട് പറയാൻ. ജെട്ടിയിൽ നിന്നും ബോട്ടിൽ ഷിപ്പിനടുത്തെത്താൻ 1 മണിക്കൂർ എടുക്കും. ഒരു 45 മിനിറ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം ക്ലീൻ ആയിരിക്കും. ഒരു പൊട്ടിത്തെറി, ഒരുത്തിന്റെ പൊടി പോലും കാണില്ല. കാസിം, എന്താ പാപ്പ? ബോട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു പൊട്ടിത്തെറിയുടെ കാര്യം ഒരു കാരണവശാലും ബോട്ടിലെ ജീവനക്കാർ അറിയരുത്. അത് ശരിയാ. മാത്രമല്ല നമ്മുടെ ആൾക്കാരും തന്നെ അവരോടൊപ്പം ബോട്ടിൽ കയറണ്ട. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതിന് കൂട്ടുനിൽക്കാൻ ഞാനില്ല. ഏതോ നിസാര വഴക്കിന്റെ പേരിൽ അവരെ കള്ളക്കടത്തുകാർക്ക് ഒറ്റുകൊടുത്ത നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എടാ, ഒന്നുമില്ലെങ്കിലും വർഷങ്ങളോളം ഒരേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ നിങ്ങൾ? വർഷങ്ങളോളം അതേ ട്രൂപ്പിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന എന്നെ പറഞ്ഞു വെച്ചപ്പോ ഈ സെന്റിമെന്റ്സ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. ജിമ്മി, നിനക്ക് അവിടെയാ തെറ്റുപറ്റിയത്. ഒരു കലാകാരൻ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് പഠിക്കാൻ കഴിവുള്ളവനായിരിക്കണം. നിനക്ക് തോന്നുന്നുണ്ടോ നീ പിരിഞ്ഞു പോയതിൽ അവർക്ക് വിഷമമില്ലെന്ന്? അതെ, സാബു ഒരു ദിവസം എന്നോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. എന്തൊക്കെയായാലും നീ ഇപ്പൊ ചിന്തിക്കുന്ന ക്രൂരതയാണ്. അത് കേട്ടപ്പോ എനിക്ക് വേദനിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇത്രയ്ക്ക് വലിയൊരു ക്രൂരത ഇവർ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നതാ. എന്നാ എങ്ങനെയെങ്കിലും നമുക്ക് അവരെ രക്ഷിക്കണം. ഓഹോ, അപ്പൊ രക്ഷപ്പെടുത്താൻ വന്നാണല്ലേ? മുമ്പ് കലാദർശനയുടെ പേരും പറഞ്ഞ് യുവദർശന പരിപാടി നടത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ദുബായ് പകരത്തിന് കളിക്കാമെന്നുള്ള നിങ്ങളുടെ ഈ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നിങ്ങളുടെ ട്രൂപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി കാദർബായ് ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്ലാനാണിത്. അതിനേക്കാൾ യുവദർശന ആസൂത്രണം ചെയ്ത പ്ലാൻ എന്ന് പറയുന്നതല്ലേ നല്ലത്? കലാദർശന നശിപ്പിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച് നടന്നവനല്ലേ നീ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റിമെന്റ്? ഇതിനേക്കാൾ കൂടുതൽ സെന്റിമെന്റ് ശരി കളിക്കാൻ അറിയാം. ഉണ്ണി പ്ലീസ്, ഞാൻ പറയുന്നത്. ആറ് ജിമ്മി, അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന ജിമ്മിക്ക് ആരോട് മടക്കൊന്നുമില്ല. നിങ്ങൾക്ക് അവനെ കുറിച്ച് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം. അവനോട് പറഞ്ഞേര്, കലാദർശിയെ തോൽപ്പിക്കാൻ ഈ വക അടകൊണ്ടൊന്നും പറ്റൂലെന്ന്. എന്റെ ദൈവമേ, ഇനി എങ്ങനെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുക? എന്റെ പെങ്ങളും സാബു എവിടെയെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേടാ? എനിക്കറിയില്ല.
കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്, പാടിക്കോട്ടെ. അച്ഛന്റെ മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഫാദർ തറ 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 തറ, ഫാദർ തറ 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 തറ, ഫാദർ ഫാദർ തറ കണ്ടം കണ്ടം, ഫാദർ തറ 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 കണ്ടം കണ്ടം കണ്ടം. മനസ്സിലൊരു കലാകാരനുണ്ട്, ഉണ്ട് ഉണ്ട്. ഒന്നുമില്ല. ഓരുമ്പോ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ. ആര് കേൾക്കാൻ? ഇറങ്ങിക്കോ. अच्छा, बहुत अच्छा. तुम सबका लाश का इंतजार था. अब मजा आएगा. जिंदा तो मिला. മനസ്സിലായില്ലേ? നിന്റെയൊക്കെ ശവവും കാത്താണ് ഞാൻ ഇവിടെ നിന്നതെന്ന്. बुद्धिमुटंडा कासिम भाई, हमें भी अच्छी तरह हिंदी मालूम है. हमें भी तुम्हें जिंदा चाहिए. अब शुरू होगा असली खेल. हम मिमिक्री आर्टिस्ट ही नहीं, हमें कराटे कुंग फू भी आता है, समझे?
ബോംബെ കാശുംബായി ഹിന്ദി സിനിമയിലെ ദേവാനന്ദന്റെ ഇടി കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലല്ലേ നീ? ചെറിയൊരു നേരത്തെ കൊണ്ടുപോയി കുഴിച്ചിട അന്തികുദാശൊക്കെ ഞാൻ കൊണ്ടുവന്നാ മോനെ ഞാൻ കൊണ്ടുള്ള ഓരോരുത്തരെ
എന്നോട് ക്ഷമിക്കണം അച്ചു. ഒന്നും വേണമെന്ന് കരുതിയായിരുന്നില്ല. സാരമില്ല, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും പിരിഞ്ഞു പോണ്ട. ഇല്ലച്ചോ, ഞാനിന്ന് ഇവിടെ വെക്കുന്നത് ശരിയല്ല. നീ പോകരുത്. ഇല്ല സാബു. അല്ല ജിമ്മി, ജിമ്മി ഞങ്ങളോട് ഉണ്ടാവണം. ജിമ്മി, please. ഞാനാ പറയുന്നത്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചു. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയോ തെറ്റുകൾ മനസ്സറിയാതെ ചെയ്തു പോയി. കർത്താവിന്റെ നാമത്തിൽ അച്ഛനത് പൊറുക്കണം. അപ്പോ ഞാൻ വരട്ടെ അച്ചു. പാടില്ല. നിങ്ങൾ ആരും തന്നെ പിരിഞ്ഞു പോണ്ട. ഇന്നു മുതൽ 2 ട്രൂപ്പ് ഇരിക്കട്ടെ. രണ്ടും കലാദർശനയുടെ പേരിൽ എന്ന് മാത്രം. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. അതിനു മുമ്പ് ഒരു സി ആണ്. നീ ഇങ്ങോട്ട് വന്നേ, വാ. എന്താ കല്യാണം വേണ്ട. സാബുണ്ട് വന്നേ. സന്ധ്യ വരൂ. സാരമില്ല. അടുത്ത പ്രോഗ്രാമിന് മുമ്പ് നമുക്ക് ഇവരുടെ വിവാഹം നടത്തണം. ഇതാ വരുന്നു കോമാളി. സാബുവിന്റെ കല്യാണത്തിന് അഡ്വാൻസ് ആയി എന്റെ സമ്മാനം. വേണ്ട. ഇതേപോലെ ഒരു പാവ എടുത്തോണ്ടെന്ന് നീ കുറെ നാൾ നമ്മളെ വെള്ളം കുടിപ്പിച്ചതാ. ഇത് അങ്ങനത്തെ പാറയല്ല. വേണ്ട വേണ്ട, പാവ കൊണ്ടുള്ള ഒരു കളിയും വേണ്ട. അല്ല പറയണേൾക്ക്. എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എന്റെ കർത്താവെ, രക്ഷപ്പെട്ടു. എന്റെ പൊന്നു മക്കളെ, കുരിശു വരയ്ക്കടാ. എന്റെ ദൈവമേ.